അപ്പോൾ നമ്മൾ വന്ന് ആനയിറങ്ങൽ ഡാമിൻ്റെ ഇതറിയില്ല. അതൊരു ചെറിയൊരു കാശ്മീർ എന്ന് നമുക്ക് പറയാം. അത്രക്കും മനോഹരമായ സ്ഥലമാണ്. ഇതാ ഡാം. ഇതൊരു ഡാം. എന്താ ഡാമിൻ്റെ നമ്മൾ മുൻവശത്തല്ല, നമ്മൾ പുറകുന്നുള്ളൊരു കാഴ്ചയാണ്. ആനയിറങ്ങൽ ഡാം എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്ന ഡാമാണ്. അതിൻ്റെ പുറകുവശമാണ് നമ്മൾ വരുന്ന വഴിക്കുള്ള ദൃശ്യം നമ്മൾ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ മുൻവശത്ത് പോയതിൻ്റെ മുൻകിട്ട് മെയിൻ എൻട്രൻസിൽ പോകാം. അതുവരെയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുറകിൽ നിന്നുള്ള വരുന്ന റൂട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതാണ് മൂന്നാർ റൂട്ട്. ഈ റൂട്ടിൽ നിന്നുള്ള കാഴ്ച. ഇവിടെയൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇതുവഴി ക്യാപ്പുണ്ട്. ക്യാപ്പിൽ വന്നാൽ നേരെ താഴേക്ക് പോകും. അവിടെയൊക്കെ എസ്റ്റേറ്റാണ്, തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ ജോലികൾ അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് കാണാം. തൊട്ടപ്പുറത്ത് കാണുന്ന മലയാണ്. നല്ല ഭംഗിയുള്ള മലകളാണ്. ഇവിടെ 2-3 ഇംഗ്ലീഷുകാർ വരുന്നുണ്ട്. ഇവർ സൈക്കിളിലാണ് യാത്ര. അത് തുടങ്ങുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, വെർ ആർ യു ഫ്രം? നെതർലാൻഡ്. നെതർലാൻഡിൽ 2 സഞ്ചാരികൾ പോകുന്നുണ്ട്. അവർ നമ്മൾ ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു നെതർലാൻഡാണെന്ന് പറഞ്ഞു. അവർ സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത്. ഇവരെ കണ്ട് നമ്മൾ പഠിക്കണം. നമ്മളെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മളെ നാട് കാണാൻ ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ ആനയിറങ്ങൽ ഡാമിൽ നിന്നുള്ള കാഴ്ചയാണ്. നമുക്ക് മെയിൻ റോഡ് ഇവിടെ കാണാം. ഇത് പൂപ്പാറ മൂന്നാർ റോഡ്, മെയിൻ റോഡ്. അതിൻ്റെ ദൃശ്യം നമുക്കിവിടെ കാണാം. നമ്മളെ പുറകിൽ നേരുള്ളതാണ് ആനയിറങ്ങൽ ഡാം. അവിടെ വെള്ളം നമുക്ക് കാണാം. പുറകുവശത്ത് മല കാണാം. അതിമനോഹര കാഴ്ചയാണ്. മൂന്നാർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുവഴി വന്നാൽ നമുക്ക് നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പോകാം. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ നമുക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ അവിടെ പോയി നോക്കാം. നമുക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് നേരെ ഡാമിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള റോഡ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് തിരിയാം. ഇവിടെ സൈഡിൽ റോഡ് സൈഡിൽ ചെറിയ ചെറിയ ലഘുപാനീയങ്ങൾ വിൽക്കുന്ന ചെറിയ പെട്ടിക്കടകൾ നമുക്ക് കാണാം. ഈ ഭാഗത്തേക്ക് നമ്മൾ നേരെ പോയാൽ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നമുക്ക് റൈറ്റിലേക്ക് റോഡുണ്ട്. ആ റോഡിൽ നമുക്ക് കയറിയാൽ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് നേരെ ഡാമിൻ്റെ മുൻവശത്തെത്താം. ഇവിടെ കാണാം ഒരു ചെറിയ റോഡ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത് നേരെ താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് അങ്ങോട്ടെത്താം. ഈ റൂട്ടിന് നേരെ താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ ഡാമിൻ്റെ സൈഡിലേക്ക് പോകുന്നത്. അത് പ്രൈവറ്റ് റോഡ്, സ്വകാര്യ നിരത്തിൽ. ഞാൻ ഇറങ്ങിയിറന്നോളാം. ഓക്കെ. എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതെ അതെ. അവിടെ വെള്ളം കാണുന്നുണ്ട്. ആ വെള്ളം ഈ ഡാമിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് സ്വകാര്യ നിരത്താണ്. അവിടെ നമുക്ക് അതിൻ്റെ ഒരു ബോർഡ് കാണാം. ഈ റോഡിന് നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കിയാൽ റോഡ് അത്ര ശരിയല്ല, അല്പം മോശമാണ്. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡാമിൻ്റെ വെള്ളം ഇവിടെ നിന്ന് കാണാം. ഇത് അല്പം ഉയർന്നുള്ള സ്ഥലമാണ്. കുറച്ചും കൂടി താഴേക്ക് പോയാലാണ് നമുക്ക് ഡാം കാണാൻ പറ്റുക. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അതിൻ്റെ മുൻവശത്തേക്ക്, അതിൻ്റെ എൻട്രൻസിൻ്റെ മുൻവശത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം.
അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇതിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്, തൊട്ടരികിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഇവിടെ കാണാം. കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കിയാൽ അവിടെ നമുക്കിതിൻ്റെ ഷട്ടറും അതുപോലെ തന്നെ അങ്ങോട്ടുള്ള നടപ്പാതയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് നോക്കാം. ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയാണ്. അവരുടെ ബോർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അപകട സൂചനകൾ, അപായ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് ഇടുക്കി ജില്ലയിലെ പൂപ്പാറക്ക് അടുത്തുള്ള ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്ന ഒരു ഡാമാണ്. ഇത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ യാത്രയാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ എത്ര ആളുകൾ വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടാവും. അപ്പോൾ കാണാത്ത ആളുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഇരുവശത്തും പല ഭാഗങ്ങളായിട്ട് വെള്ളം പരന്ന് കിടക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ചുറ്റി നടന്ന് നോക്കാം എന്തൊക്കെയുണ്ട്. ഇടുക്കി ജില്ലയിലെ ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരത്ത് അതിൻ്റെ വശത്താണ് നമ്മളുള്ളത്. നമ്മളെ തൊട്ട ബാക്കിലാണ് മുൻവശത്ത് കാണുന്നത് പർവ്വതങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഗാർഡനും, അതുപോലെ തന്നെ ഇവിടെ ഡാമിൻ്റെ വെള്ളം നമുക്ക് കാണാം. അതിമനോഹര കാഴ്ചയാണ്. ചുറ്റും മലകളാൽ, പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹര കാഴ്ചയും, അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ ഒരു സൈഡിൽ തേയിലത്തോട്ടങ്ങളും അതിൽ നിൽക്കുന്ന ചെറിയ ചെറിയ മരങ്ങളും, ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മുമ്പിൽ ഡാമിൻ്റെ വെള്ളവും, ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രകൃതി സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഏവർക്കും സ്വാഗതം. പ്രകൃതി സ്നേഹികളായ ആളുകൾക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന അവർക്ക് പറ്റിയ ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ നല്ല കാറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ഈ വെള്ളം നോക്കിയാൽ തന്നെ കാണാം. പടിഞ്ഞാറ് വശത്തുനിന്ന് അടിക്കുന്ന കാറ്റ് നല്ല സുഖമുള്ളൊരു കാറ്റാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു ഉച്ച സമയമായി തുടങ്ങി. ഉച്ച എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് അടുത്ത് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സഞ്ചാരികൾ ഇപ്പോൾ ഇല്ല. വൈകുന്നേരമാവും സഞ്ചാരികൾക്ക് വരാൻ. അപ്പോൾ നമുക്ക് സുഖസുന്ദരമായിട്ട് മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ നോക്കി നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെ പുറകിൽ കാണുന്ന ഡാമിൻ്റെ വെള്ളമാണ്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരത്താണുള്ളത്. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പ്രകൃതി മനോഹാരിത നിറഞ്ഞ ഒരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ വെള്ളം കാണാം. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇതിൻ്റെ കണക്കും മീറ്റർ നോക്കി അറിയാം എത്ര കണ്ട് വെള്ളം ഇവിടെ ഉണ്ട്, എത്ര കുറയും എത്ര കയറും എന്നുള്ളത് നമുക്ക് അപ്പുറം നോക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കാം. നമ്മുടെ വേസ്റ്റുകളെല്ലാം ഇവിടെ കളയാനുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് ഇവിടെ ഉണ്ട്. അവിടെ കളയുക. അതേപോലെ തന്നെ പരിസരം മാലിന്യമാക്കരുത്. അതുപോലെ ഇവിടെ പന്നിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് KCBൻ്റെയാണ് ഇത്. ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്ന ഭാഗമാണ്. ഇവിടെ മേൽഭാഗത്തൊക്കെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഈ താഴ്ഭാഗത്ത് മനോഹരമായ കാഴ്ചയാണ്. അവിടെ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. അവിടെ പോയി നോക്കാം നമുക്ക്. ആ ചാല് നേരെ പോകുന്നത് വെള്ളം ഒഴുകി പോകുന്ന ആ ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണ് അത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ അങ്ങോട്ട് നടന്നു പോകാനുള്ള റോഡുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. വെള്ളം ഒഴുകി പോകുന്നത് എവിടെ നിന്നാണെന്നും കൂടി നോക്കാം നമുക്ക്. ഡാമിൽ നിന്നാണ് ഒഴുകി വരുന്നത്. പ്രൊജക്റ്റ് കഴിഞ്ഞതാണോ അതോ തുറന്ന് വിട്ടതോന്ന് അറിയില്ല. എടുത്തു പോയാൽ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് മൊത്തത്തിലുള്ള കാഴ്ച ഡാമിൻ്റെ കാണാം. നേരെ മുമ്പിൽ കാണുന്ന ഈ ഗാർഡനുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. അവിടെ അതിനകത്ത് തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഡാമിൻ്റെ നടുക്ക് ഒരു ദ്വീപ് പോലെയുണ്ട്. അവിടെ നമുക്കത് കാണാം. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതെങ്ങനെ ഇവിടെ പിടിച്ചിട്ട് വിലക്ക് കൊടുക്കുന്ന? ഇവിടുന്ന് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വിൽക്കുമായിരുന്നു. ഇടുക്കി ഡാമിൽ കിടപ്പുണ്ട് വലിയ മനുഷ്യനെക്കാട്ട് വലിയ മീനെ.
അടുപ്പിച്ച് വെച്ചിട്ടുള്ള കെട്ടാണ് ഇവിടെ. അതിമനോഹര കാഴ്ചയാണ്. മൊത്തം കരിങ്കല്ല് പാകിയിട്ട് ഇത് വെക്കാൻ നല്ല അധ്വാനമുണ്ട്. പുതിയതൊക്കെ കാണുന്നത് 1967 നമ്മൾ കാണുന്നത്. പണിതതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. വമ്പ പരിപാടിയാണ് അല്ലേ. ഇവിടെ നിന്നാണ് ഡാം നിറഞ്ഞ് ഒഴുക്കി വിടുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അവിടെ അതുവഴി അങ്ങനെ ഒഴുകി പോകാൻ. ഇത് വേറെ ഭാഗത്തേക്ക് പോകായിരിക്കും അല്ലേ. 2 ഷട്ടർ തുറന്നിട്ടുണ്ട്. ആ തുറന്ന ഷട്ടറിൽ നിന്നും ഒഴുക്കി വിടുന്ന വെള്ളമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ വെള്ളം നേരെ ആറ്റിലേക്ക് പോവാണ്. ഇതാണ് ആ കാഴ്ച. ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിൻ്റെ മേൽഭാഗത്തു നിന്ന് അങ്ങനെ റോഡ് വരുന്നുണ്ട്. ആ റോഡ് അങ്ങനെ വന്നിട്ട് അതുവഴി ഇങ്ങനെ കറങ്ങിയിട്ട് ഇതുവഴി വന്നിട്ട് ഇങ്ങോട്ട് കയറി പോവാണ് ഈ പ്രൊജക്റ്റ് മൊത്തം. ഇതിൻ്റെ ആകത്തുക നമുക്കിവിടെ കാണാം. ഇത് കണ്ടാലും മതി വരുന്നില്ല. അത്രക്കും മനോഹര കാഴ്ചയാണ്. വെള്ളവും ഡാമും ചുറ്റുഭാഗത്തുള്ള പർവ്വതങ്ങളും അതുപോലെ തന്നെ ഈ വെള്ളം, ഡാം, പർവ്വതം, അതുപോലെ തന്നെ നമ്മുടെ മലമ്പ്രദേശം റോഡ് ഇങ്ങനെ വന്നിട്ടാണ് നമുക്ക് ഇതുവഴി കയറി വരികയാണ്. കയറി പൂർണ്ണമായിട്ട് അങ്ങനെ റോഡുണ്ട്. ഇങ്ങോട്ട് റോഡുണ്ട് കേട്ടോ. ആ റോഡ് അങ്ങനെ പോവാം. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല, സഞ്ചാരികൾ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് ചുറ്റി ശരിക്കും ഇത് കാണാൻ പറ്റും. ഔട്ട്ലെറ്റ് ഗേറ്റ്സ് ഇവിടെ ഇതിൻ്റെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ആനയിറങ്കൽ ഡാം, പിന്നെന്താ എഴുതിയിട്ടുണ്ട്, നിരോധിത മേഖല, പന്നിയാർ ജലവൈദ്യുതി. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇത്. ഇവിടെ നമുക്ക് മേളിൽ കാണുന്ന ഉയർന്ന ഭാഗമുണ്ടല്ലോ, അതുവഴി ഇങ്ങോട്ട് റോഡ് വരുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് റോഡ് വരുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് വരുന്ന സഞ്ചാരികൾ അതുവഴിയാണ് വരുന്നത്. വന്നിട്ട് ഈ റൂട്ടിലൂടെയാണ് മുന്നോട്ട് കയറി പോകുന്നത് അടുത്ത ഭാഗത്തേക്ക്, അതായത് മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മൾ തിരിക്കുകയാണ്. നമുക്ക് മൂന്നാറിലേക്കല്ല, മൂന്നാർ റോട്ട് പിടിച്ചിട്ട് നമുക്ക് ഇനി അടുത്തത് എന്താ കാണാനുള്ളത് അവിടെ പോയി കാണാം. അപ്പോൾ ഇവിടെ നിന്നുള്ള പരിപാടി കഴിഞ്ഞ് ഇതെല്ലാം കാണും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എത്തിക്കുക. ബൈ ബൈ.